നമസ്കാരം അമേരിക്ക. ലോക കേരള സഭയുടെ 4.0 വന്നെത്തി. പതിവ് പോലെ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒട്ടും കുറവില്ല. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സജീവ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാക്കുകയെന്ന പ്രധാന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലോക കേരള സഭ 3 പതിപ്പുകൾ കഴിഞ്ഞിട്ട് ആരെന്ത് നേടിയെന്ന് ചോദിക്കുന്നവരുണ്ട്. ആരോപണ ശരങ്ങളുമായി ഇത്തവണ ആദ്യം എത്തിയത് ചെറിയാൻ ഫിലിപ്പാണ്. CPIMന്റെ പിരിവ് യന്ത്രമാണ് ലോക കേരള സഭയെന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. ഇത് ഭൂലോക തട്ടിപ്പാണെന്നും സഭാംഗങ്ങളിലേറെയും CPIM ഫ്രാക്ഷൻ നോമിനികളാണെന്നും പറഞ്ഞുവെച്ചു ചെറിയാൻ ഫിലിപ്പ്. എന്തിനാണ് ലോക കേരള സഭയെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചോദ്യം. ഇതുവരെയുള്ള സഭകൾ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലും മേഖലാ സമ്മേളനങ്ങളിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞെന്നാണ്. യാത്രാ ചെലവിൽ ഉൾപ്പെടെ പ്രവാസികളെ പിഴിയുകയാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിനൊരു കൊട്ടുകൊടുക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. ഖജനാവിലെ കോടികൾ ധൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ടാന്ന ഭോജനവുമാണോ ലോക കേരള സഭ? സഭാംഗത്വം നേടിയവർ പ്രാഞ്ചിയേട്ടന്മാരോ? ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സഭാംഗങ്ങളെ തെരഞ്ഞെടുത്തത്? ലോക കേരള സഭ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ലോക കേരള സഭ ധൂർത്തിന്റെ സഭയോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ധൂർത്തോ ക്ഷേമമോ? ഇന്നത്തെ എന്റെ അതിഥികൾ: മുൻ ലോക കേരള സഭാ മെമ്പർ EM സ്റ്റീഫൻ, മാധ്യമപ്രവർത്തകനും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ സുനിൽ തൈമറ്റം, കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി പ്രസിഡന്റ് ബൈജു വർഗീസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ EM സ്റ്റീഫനിലേക്കാണ്. ശ്രീ EM സ്റ്റീഫൻ എന്തായാലും മുൻ ലോക കേരള സഭാംഗമാണ്. അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഓരോ മീറ്റിങ്ങുകളിലെയും അജണ്ടകളിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ലോക കേരള സഭയുടെ 3 പതിപ്പുകൾ കൊണ്ട് ആർക്കെന്ത് പ്രയോജനമുണ്ടായി? അങ്ങയുടെ പ്രസന്റേഷനിൽ തന്നെ ചെറിയാൻ ഫിലിപ്പിന്റെ അഭിപ്രായങ്ങൾ കേട്ടതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഇത്രയധികം നോളജ് ഉള്ള ഒരാള് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം മാത്രമാണ്. കാരണം ലോക കേരള സഭ എന്ന പ്രസ്ഥാനം തുടങ്ങിയത് ലോകത്തിലുള്ള ഇതര സ്റ്റേറ്റുകളിലും ഉള്ള മലയാളികളുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്ക് എന്താണ് നീഡ്, ആവശ്യകത, അവരുടെ സാംസ്കാരിക വൈജ്ഞാനം എത്രമാത്രമുണ്ട്, അത് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തിന് ഉതകുന്നതാക്കി തീർക്കുന്ന പദ്ധതികൾ ആലോചിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ഇന്നത്തെ സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ജോലി സ്ഥിതി വിശേഷങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഏത് തരത്തിൽ നമ്മുടെ നാട്ടിലും പ്രയോജനപ്പെടുത്തി ഇനിയും മുന്നോട്ട് നമ്മുടെ ആൾക്കാരെ വിദേശ ജോലികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതിനും വേണ്ടി ഉതകുന്ന ഒരു ആലോചിച്ച് പരിപാടികൾ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ട്ടുള്ള ഒരു സഭയാണ് ലോക കേരള സഭ. ചെറിയാൻ ഫിലിപ്പിന്റെ അഭിപ്രായവും നമ്മൾ നോക്കിയാൽ 1957 കേരളത്തിൽ ഉടലെടുത്ത ഗവൺമെന്റിൽ ഇരുന്ന ബഹുമാനപ്പെട്ട മുണ്ടശ്ശേരി മാഷിനെ മുണ്ടശ്ശേരി എന്ന് വിളിച്ച ചെറിയാൻ ഫിലിപ്പിന്റെ സംസ്കാരത്തിനോട് ഞാൻ യോജിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി പ്രത്യേകിച്ച് സാഹിത്യ നിലയിലും കേരളം ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പദ്ധതികൾ ഉടലെടുപ്പിച്ച ആ മുണ്ടശ്ശേരി മാഷിനെ അന്ന് പറഞ്ഞു. അതേ രീതിയിൽ മാത്രമേ ഇത് തുടക്കം മുതലേ ഈ ലോക കേരള സഭയോടുള്ള എതിർപ്പുകളെ
നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിനുദാഹരണമാണ് ആദ്യം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും പങ്കെടുക്കാതെയും ഇരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് സംബന്ധിക്കുവാനും ഈ ലോക കേരള സഭയിൽ അവരുടെ പങ്ക് വഹിക്കുവാനും അവർ തയ്യാറായിരിക്കുകയാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇത് തുടങ്ങി വെച്ചു. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആ ഇനിഷ്യേറ്റീവ് കമ്മിറ്റ്മെന്റ് ടു ദ മലയാളീസ് ദോസ് ഹു ആർ വർക്കിംഗ് വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ള കമ്മിറ്റ്മെന്റ്. അത് അങ്ങയിലേക്ക് തിരികെ എത്താം അടുത്ത റൗണ്ടിൽ. ശ്രീ സുനിൽ തൈമറ്റം ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ വിദേശ മലയാളികളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നു, പണപ്പിരിവിനുള്ള യന്ത്രങ്ങളായി അവരെ കാണുന്നു. അപ്പോൾ ഈ ലോക കേരള സഭയും ഇത്തരത്തിൽ പണപ്പിരിവിനുള്ള അല്ലെങ്കിൽ പണം പിരിച്ചെടുക്കാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ. അതിലുപരിയായി കേരളത്തിന്റെ വികസനവും അതേപോലെ തന്നെ പ്രവാസി ക്ഷേമവും, ഇത് രണ്ടും ഇതിന്റെ ലക്ഷ്യമാണല്ലോ. അങ്ങോട്ടൊരു പാലമിട്ടാൽ ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ ഇരു കൂട്ടരുടെയും ഉന്നമനത്തിനു വേണ്ടി ലക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ 3 ലോക കേരള സഭകൾ അങ്ങ് നിരീക്ഷിക്കുമ്പോൾ എന്ത് പ്രയോജനം പ്രവാസികൾക്കുണ്ടായി, എന്ത് പ്രയോജനം സംസ്ഥാനത്തിനുണ്ടായി? ആദ്യം തന്നെ പറയട്ടെ, ഞാനും ആദ്യ 2 ലോക കേരള സഭയില് അംഗമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു മുഖമാണ് ഈ ലോക കേരള സഭയുടെ. അതായത് പ്രവാസി, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അമേരിക്കൻ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു വേദി നാട്ടിൽ വന്ന് ഞങ്ങൾ കണ്ട മറ്റു രാജ്യങ്ങളും അവിടുത്തെ വികസനങ്ങളും അത് എത്രത്തോളം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ പ്രവാസി മലയാളികളിലേറെയും. നമ്മൾ എപ്പോഴും പറയും ഒന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ നാട്ടില് കുറെ മുൻപ് തന്നെ ഉള്ളത്. പക്ഷെ അതിനകത്തൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഏത് കാര്യത്തിലും വരുമെന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ആർക്കും പ്രവാസികൾക്കില്ല. കാരണം നമ്മൾ പണ്ട് പറയുമായിരുന്നു, ഇങ്ങനെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ആരും ഹെൽമെറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യാന്ന് ചോദിച്ചു. ഇന്നിപ്പോ കേരളത്തിൽ ഹെൽമെറ്റ് ഇടാണ്ട് യാത്ര ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റു പല നിയമങ്ങളും കൃത്യമായിട്ട്. അപ്പോ ഞങ്ങള് ഈ 2 ലോക കേരള സഭയിൽ വന്ന സമയത്ത് വളരെ നല്ല ചർച്ചകളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ പ്രവാസി മലയാളികളുടെ, പിന്നെ അതിനേക്കാൾ ഉപരി പ്രവാസി മലയാളികളുടെ ഇടയിൽ ഒരു പരസ്പരം പരിചയപ്പെടാനും ബന്ധപ്പെടാനും കൂടുതൽ പല മേഖലകളിലേക്ക്, ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാൾക്ക് ഗൾഫിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള ബന്ധങ്ങളും ഒക്കെ ലഭിച്ചതല്ലാതെ, പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ പണപ്പിരിവിനുള്ള ഒരു മാർഗമായിട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ രീതികളും ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ഈ ലോക കേരള സഭ വെച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വരുന്നതാണ്, എല്ലാ നേതാക്കന്മാരും ഇവിടെ വരുന്നതാണ്, ഞങ്ങളെല്ലാവർക്കും ആതിഥ്യം അരുളുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പണപ്പിരിവിന് വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം നമുക്ക് ചർച്ച ചെയ്ത് ഇത്രയേറെ പ്രതിനിധികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അഭിപ്രായങ്ങളിൽ പോലും, അവിടെ ചർച്ച ചെയ്യുന്നതിന് ഇത്ര സമയക്കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വന്തം ചെലവിൽ വന്ന് അവിടെ വന്നിട്ടാണ് ഈ ലോക കേരള സഭയിൽ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒട്ടേറെ പേര് ഇവിടുന്ന് ലോക കേരള സഭയിൽ നിലവിൽ അംഗങ്ങളാണ്. ശരി, താങ്ക് യു. ശ്രീ ബൈജു വർഗീസ്, 3 പതിപ്പുകൾ ലോക കേരള സഭയുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ ഏത് കോണിൽ നോക്കിയാലും എണ്ണം പറഞ്ഞ മിടുക്കന്മാരായ മലയാളികൾ ഓരോ മേഖലയിലുമുണ്ട്. അത് ശാസ്ത്രമായെങ്കിലും ഗണിതശാസ്ത്രമാണെങ്കിലും സാങ്കേതിക വിദ്യയാണെങ്കിലും എല്ലായിടത്തും ഗവേഷണത്തിലൊക്കെ ആണെങ്കിലും മിടുക്കരായ മലയാളികൾ പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ അവരുടെ മേധാശക്തിയെ, അവരുടെ കഴിവുകളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് രീതിയിൽ ഇത്തരത്തിൽ അവരുടെ വൈദഗ്ധ്യം ഏതൊക്കെ മേഖലകളിൽ ലോക കേരള സഭയ്ക്ക് ശേഷം ഉപയോഗിക്കാനായി, അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ മലയാളികളുടെ കഴിവുകളെ? ആദ്യമായിട്ട് ഇത് ലോക കേരള സഭ 4ാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ലോക കേരള സഭയിലും സുനിലേട്ടനൊക്കെ ലോക കേരള സഭയുടെ മെമ്പേഴ്സ് ആയിരുന്നു.
അപ്പൊ അവർ ആക്റ്റീവായിട്ട് അതിന്റെ ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ ന്യൂജേഴ്സിയിൽ നിന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് നാസിർ ഹുസൈൻ, പുള്ളിക്കാരൻ അതിന്റെ മെമ്പറായിട്ട് അവിടെ ക്ഷണിതാവായിട്ട് അവിടെ പോയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഈ പോകുന്ന ആളുകൾ, ഒരു കാര്യം സുനിൽ തൈമറ്റം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഈ ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകാരായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഹൈ എൻഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഫോറം സംഘടിപ്പിക്കാൻ കേരള ഗവൺമെന്റിന് ഈ ലോക കേരള സഭയുടെ ഉദ്ദേശശുദ്ധി ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ നല്ലതാണ്. കാരണം ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏതോ ടെക്നോളജി ഫീൽഡിലാണെങ്കിലും ഓട്ടോമൊബൈൽ ഫീൽഡിലാണെങ്കിലും ഹെൽത്ത് കെയറിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് കേരളത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടോ ഈ മാൻ പവർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചകൾക്ക് ഒരു വേദിയാകാൻ ലോക കേരള സഭയ്ക്ക് സാധിക്കുന്നതിനുള്ള സംശയമില്ല. പക്ഷേ ഈ 3 ലോക കേരള സഭകൾ കഴിഞ്ഞതിൽ പിന്നെ ഈ ഒത്തിരിയേറെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതിപ്പോ 4ാം ലോക കേരള സഭ നടക്കുന്നു. ഇവിടെയും ഈ ഡിസ്കഷൻസ് എല്ലാം എല്ലാവരും ഓരോരോ പേപ്പേഴ്സ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യും. പക്ഷെ എത്രത്തോളം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാസി മലയാളികൾക്ക് പ്രയോജനപരമായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശ്രീ എം സ്റ്റീഫൻ, മറ്റൊരു വിമർശനം പ്രധാനമായും ഉയരുന്നത് ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ യോഗ്യത സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് CPIM നേതാക്കൾക്ക് ദക്ഷിണ വയ്ക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ CPIM ഫ്രാക്ഷൻ നോമിനികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായാണ് ഇതിലെ പങ്കാളിത്തമെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട് സർക്കാർ. ഇതിൽ ഏത് ഭാഗത്ത് നിൽക്കുന്നു അങ്ങ്? അതിന് പ്രത്യേകമായ ഉദാഹരണ സഹിതം പറഞ്ഞാൽ, കഴിഞ്ഞ ലോക കേരള സഭ നടന്ന ശേഷം അത് നടക്കുന്ന ദിവസങ്ങളിലും KPCC ഓഫീസുകളിലും മുസ്ലിം ലീഗിന്റെ ഓഫീസുകളിലും പോയി മീറ്റിങ്ങുകൾ നടത്തിയ റെക്കോർഡുകൾ പത്രത്തിൽ കൂടെ വന്നിട്ടുണ്ട്. പത്രത്തിലൂടെ വളരെ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പായിട്ടാണ് വന്നതെന്ന് മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ KMCC അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത് എന്ന്. ഞങ്ങൾ പാർട്ടിയായിട്ട് മാത്രം കേരളത്തിൽ യോജിക്കുന്നില്ല, UDFന്റെ ഭാഗമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ 2 ലോകസഭാ മെമ്പറായിരുന്നു. ഒരു പാർട്ടിപരമായിട്ട് ഒരു തരത്തിലും വന്നിട്ടില്ല. ഇത് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നും സ്റ്റേറ്റ് സെക്രട്ടറി, നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യുന്നതിൽ നിന്നും ആണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ പാർട്ടിപരമായിട്ട് ഒരു തരത്തിലും വന്നിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും അവർ പറയുന്നത് തെറ്റാണ്. ശരി, ശ്രീ സുനിൽ തൈമറ്റം, ലോകമെമ്പാടുമുള്ള മലയാളികൾ, അത് ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അടക്കം ലോക കേരള സഭയുടെ ഭാഗമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിമർശനം ഉയർന്നത് ഇത് ധൂർത്താണ്, പ്രസംഗ മത്സരമാണ്, മൃഷ്ടാന്ന ഭോജനത്തിനുള്ള ഒരു സമയമാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ലോക കേരള സഭയ്ക്ക് ചേരുമോ? അതിലുപരിയായി ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, നിരവധി ചർച്ചകൾ അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾക്കുപരിയായി എത്രത്തോളം കാര്യങ്ങൾ അതിൽ നടപ്പാക്കാനായിട്ടുണ്ട്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ മേഖലാ സമ്മേളനങ്ങളിലടക്കം ചർച്ച ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അത്തരത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാനായിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് ഈ ചർച്ചകൾ നടന്നത്? വ്യവസായ മേഖലയിലടക്കം ഏതൊക്കെ തരത്തിലാണ് ഇത് പ്രായോഗികമാക്കിയത്? അങ്ങനെ ഒരു വിലയിരുത്തലിന് സമയമായിട്ടില്ലേ? ധൂർത്തിനെ കുറിച്ച് പറയാൻ ഞങ്ങൾ ആൾക്കാരല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു ധൂർത്തായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ അവിടെ വരുന്നു, ഒരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് 544 MPമാരില് 553 MPമാരില്
എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അതേപോലെ തന്നെ ലോക കേരള സഭയുടെ കാര്യവും. ഈ വരുന്ന ആൾക്കാര് എത്ര ജനകീയരായിരിക്കും, അല്ലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അതെല്ലായിടത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് രാഷ്ട്രീയത്തിലാണേലും ഏത് മേഖലകളിലാണേലും എല്ലാവരും ഒരേ കഴിവുള്ളവരും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ളവരും ആയിരിക്കില്ല. അവർ ഫുൾ ടൈം ആയിട്ട് ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിരിക്കില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഗൾഫിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി മലയാളികൾക്ക് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ ഒരു ലോക കേരള സഭ മെമ്പർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നോർക്കയായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇവിടെ നമ്മളൊരു പ്രവാസിയാകുന്നതോടുകൂടി നമുക്ക് ഈ രാഷ്ട്രീയം എന്നുള്ളത് കുറച്ച് തലേന്നൊക്കെ പോയി കുറച്ചുകൂടി നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഈ നടപ്പാക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട അല്ലാത്ത കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ആദ്യ ലോക കേരള സഭയിൽ അവതരിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ ഈ പബ്ലിക് സ്കൂളുകളിൽ കുട്ടികൾക്ക് രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് ഒരു 30 മണിക്കൂർ വോളണ്ടിയർ വർക്ക് ചെയ്യും. അതിന് ഒരു ചെലവില്ലാത്ത, പക്ഷെ നമ്മളുടെ സംസ്കാരത്തിലും നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം വരുത്താവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് കഴിഞ്ഞ ഇത്ര നാളായിട്ട് നടന്നില്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പ്രവാസികളുടെ സഹായത്തോടുകൂടി ഇപ്പൊ നമ്മുടെ ഡേവിസ് ചിറമേൽ അച്ഛൻ്റെ ഒരു ഫൗണ്ടേഷൻ അവിടെ ഒരു മദർ തെരേസ പ്രോഗ്രാം വെച്ച് 200ഓളം സ്കൂളുകൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. കാരണം ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ് ശരിക്കും നമ്മളുടെ വേസ്റ്റ് മാനേജ്മെന്റ്, അതേപോലെ നമ്മൾ പൊതു നിരത്തിലുള്ള അവരുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നതിലുള്ള ഒരു കാര്യങ്ങൾ, ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഈ ഏറ്റവും ചെറിയ സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങുന്നത് കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഒരു റോഡ് സേഫ്റ്റി, അതും ഇവിടുന്നുള്ള ഇപ്പൊ ഈ പറയുന്ന ഇപ്പം മന്ത്രി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എല്ലാം വിദേശത്തു നിന്ന് ഉള്ള പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ അവര് വന്ന് കണ്ടതുമാണ്. അപ്പൊ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാനുണ്ട്. അതിനെല്ലാം ഫണ്ട് വേണമെന്നുണ്ടോ അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇതിന്റെ താഴെ ഒരു ജില്ലാ തലത്തിലും കൂടെ ഉണ്ടെങ്കിൽ, ജില്ലാ തലത്തിൽ കുറച്ചുകൂടെ അവിടെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ പ്രവാസികൾക്ക് കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ പ്രവാസികൾ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഏറെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെ സഹായിച്ച് ഓരോ വ്യവസായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും അല്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇടപെടാനുള്ള ഒരു വേദിയും കൂടെ ഒരുക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഫണ്ടിനുപരിയായി ചെയ്യാവുന്ന പല കാര്യങ്ങൾ, പല ആശയങ്ങൾ, നമ്മുടെ മനോഭാവത്തിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, അത് ദൂരവ്യാപകമായ ഫലങ്ങളായിരിക്കും സംസ്ഥാനത്തിനുണ്ടാക്കുന്നത്. ഈ പറയുന്നത് പോലെ ചെറിയ കുട്ടികളിലടക്കം ഇത്തരത്തിൽ മനോഭാവത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം നമ്മളെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുകയും തീർച്ചയായിട്ടും മലയാളി സമൂഹത്തെ ഒന്നടങ്കം അതൊരു മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ശ്രീ ബൈജു വർഗീസ്, ഈ പറയുന്നത് പോലെ തന്നെ ചില പാളിച്ചകളുണ്ട് എന്ന് ചിലർ പറയുന്നു. അതേസമയം ചില നല്ല കാര്യങ്ങൾ, നന്മയുടെ തുടിപ്പുകൾ അതിലുണ്ട് എന്ന് പറയുന്നു. എന്നാലും എല്ലാ കാര്യങ്ങൾക്കും മെച്ചപ്പെടുത്തലിന് ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. ഈ ലോക കേരള സഭ ഇനിയും നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താനാവും? ആദ്യം പറഞ്ഞ പോയിന്റിലേക്കും തിരിച്ചു ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രവാസി മലയാളികള് അവിടെ വന്ന് ധൂർത്താണ്, ശാപ്പാടടിച്ചിട്ട് പോരുക എന്നുള്ള ഒരു കമന്റ് തന്നെ പ്രവാസി മലയാളികളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിനെക്കാട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികളാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ. നമ്മൾ സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്ത് സ്വന്തം ചെലവിൽ ഹോട്ടലിൽ താമസിച്ച് ഒരു നേരത്തെ ആഹാരം, അവിടെ ഭക്ഷണം അവിടെ വിളമ്പിയതിന് കണക്ക് പറയുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഞാൻ ആദ്യം പറയട്ടെ. തീർച്ചയായിട്ടും അത് എന്റെ കമന്റ് അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അത് ഈ പറയുന്ന വിമർശകർ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. നമ്മൾ കേരളത്തിൽ ഈ പ്രതിപക്ഷ ഭരണപക്ഷം എന്ത് നല്ല കാര്യം വന്നാലും അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് പ്രതിപക്ഷം എപ്പോഴും ഉള്ളത്. ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ലോകമെമ്പാടും ഈ ടെക്നോളജിയുടെ വലിയൊരു ഡെവലപ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എക്സാമ്പിൾ, ഈ ആഫ്റ്റർ കോവിഡ് നമ്മൾ വർക്ക് ഫ്രം ഹോം
എന്നുള്ള കാലഘട്ടത്തിലേക്ക് ഒരു 90% അല്ലെങ്കിൽ 80% ജോലികളും വീട്ടിൽ ഇരുന്ന് ചെയ്യുക എന്നുള്ളൊരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. അത് ടെക്നോളജി ജോലിയാണെങ്കിലും ഹെൽത്ത് കെയറിലാണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല പ്രാഗൽഭ്യരായിട്ടുള്ള മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. എല്ലാവരെയും ഒന്ന് ക്രോഡീകരിച്ച് അവരുടെ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പല ജോലികളും നമ്മളെ നാട്ടിലേക്ക് ഇപ്പൊ ഇവിടെ തന്നെ ടെക്നോളജി ഫീൽഡിൽ ജോലി ചെയ്യുന്ന നമ്മളെക്കാട്ടിയും മിടുക്കന്മാരായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം ഈ ആന്ധ്രാപ്രദേശ്, തമിഴ്നാടുകളിൽ നിന്നുള്ള ആൾക്കാരാണ്. മലയാളികളുടെ എണ്ണം കമ്പയറിംഗ് ടു അതർ സ്റ്റേറ്റ്സ് നമ്മൾ അത്രയില്ല. പക്ഷെ ഇവരെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമ്മളെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മളെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഈ ലോക കേരള സഭയിൽ വന്ന സജഷന് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മലയാളം മിഷനോട് ചേർന്നിട്ട് പ്രവാസി മലയാളികളുടെ കുട്ടികൾക്കായിട്ട് ഒരു മലയാളം ക്ലാസ്, അതായത് ഞങ്ങൾ ഇപ്പൊ കേരള അസോസിയേഷൻ ന്യൂജേഴ്സി 140 പേര് കുട്ടികൾ ഉള്ള ഒരു മലയാളം ക്ലാസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഇതിന്റെ ഓൺലൈൻ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കേരളത്തിലെ മലയാളം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു കാര്യങ്ങൾ. അവർ ഞങ്ങൾ മണിക്കൂറുകളോളം ട്രെയിനിങ് നടത്തിയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോകുന്നു. അതൊരു ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് പ്രവാസി മലയാളികൾക്ക് ലഭിക്കാവുന്ന ഒരു പ്രയോജനം. ഇതേപോലെ തന്നെ തിരിച്ചും ഈ ടെക്നോളജിയിലും ആരോഗ്യ രംഗത്തും ഇൻഫ്രാസ്ട്രക്ചറും വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്തും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതേ ഒരു കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കുന്നു. ഇതിപ്പോ 4ാം ലോക കേരള വിഷയം നടക്കുന്നത്, എനിക്ക് തോന്നുന്നത് വരും കാലഘട്ടങ്ങളിൽ ഇതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ എടുത്ത് മുന്നോട്ട് പോയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ശരി. ശ്രീ EM സ്റ്റീഫൻ, ഇന്നിപ്പോൾ വ്യവസായി ശ്രീ ഗോകുലം ഗോപാലൻ ഈ ലോക കേരള സഭയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വിദേശ മലയാളികൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും തിരികെ എത്തി ഒരു വിശ്രമ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കണമെന്നാണ്. അത്തരത്തിൽ നമുക്കറിയാം, അമേരിക്കയിലും യൂറോപ്പിലും പോയവരിൽ പലരും തിരികെ വരാൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു വിശ്രമ ജീവിതം ഇവിടെ നയിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ആ മട്ടിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ തിരിച്ചു വരുന്ന മലയാളികൾക്ക് ഇവിടെ സുരക്ഷിതമായി താമസിക്കത്തക്ക ഒരു സിറ്റുവേഷൻ 100% ആയിട്ടില്ല. എന്നാൽ ഞാൻ ഈ നാട്ടിൽ നിന്നും പോയിട്ട് 50 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ വളരെയധികം പുരോഗമനം, താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സേഫ്റ്റി ഏതാണ്ട് ഒരു 70% പഴയതിൽ നിന്നും ബെറ്റർ ആണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നും. നമ്മള് വളരെ കാലങ്ങൾക്ക് മുമ്പ് പറയുമായിരുന്നു ഇവിടെ കറപ്ഷനാണ്, ഏത് ഓഫീസിൽ ചെന്നാലും കറപ്ഷനാണ് എന്നില്ല. പക്ഷെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണ് മോസ്റ്റ്ലി ഓഫീസുകളിൽ ഇരിക്കുന്നത്. ഭരണപരമായ നിയമങ്ങളുടെ വെളിച്ചത്തിലാകാം, അറിവിന്റെ വെളിച്ചത്തിലാകാം, സാംസ്കാരിക തലത്തിലുള്ള പുരോഗമനത്തിന്റെ വെളിച്ചത്തിലാകാം. നമ്മൾ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചു തരുന്നത് നിമിഷ നേരങ്ങളുണ്ട്. നിമിഷം എന്ന് പറഞ്ഞാൽ സമയക്ലിപ്തമായിട്ട് തന്നെ കാര്യങ്ങൾ സുരക്ഷിതമായും സുഖമായും നടത്തി തരുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിന്നെ സുരക്ഷിത ഇനിയും നമുക്ക് വേണ്ടത് ഒരു ഇവിടെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സാമൂഹ്യപരമായിട്ടുള്ള താമസത്തിനും ആരോഗ്യപരമായ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ്, പാർക്കുകൾ, ഫെസിലിറ്റികളും ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത്. അതും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കേരള ലോകസഭാ മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് നാളെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ.
അതുകൊണ്ട് അതും ഈ പുരോഗമനം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടി പറയാൻ, ഒരു വാക്ക് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പണപ്പിരിവാണെന്നും പണധൂർത്താണെന്നും പറയുന്നത് ഒരു ഓവർലുക്ക് ഇല്ലാത്ത ഒരു നിരീക്ഷണമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയുവാനുള്ളൂ. അതിൽ വിദഗ്ധരായ സാമൂഹ്യ തലത്തിൽ സമൂഹത്തിലെ വിദഗ്ധ ബുദ്ധികളിൽ നിന്നും ആ അഭിപ്രായങ്ങൾ വരുന്നത് ഒരു സഹതാപം തോന്നുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ തന്നെ പരസ്പര സഹകരണത്തോടുകൂടി കേരളത്തിന്റെ വികസനവും അതേപോലെ തന്നെ പ്രവാസികൾക്ക് തിരികെ എത്തി സന്തോഷത്തോടുകൂടി വിശ്രമ ജീവിതം നയിക്കാനുള്ള ഒരു സ്ഥലവും ഒരിടവുമായി മാറട്ടെ കേരളം. അതിന് ലോക കേരള സഭയുടെ ഓരോ പതിപ്പുകളും അത് കൂടുതൽ മെച്ചപ്പെടുത്തലുകളോടെ സഹായകമാകട്ടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം സ്റ്റീഫൻ, ശ്രീ സുനിൽ തൈമറ്റം ആൻഡ് ശ്രീ ബൈജു വർഗീസ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നാടിനെയും നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് ദൂരദേശങ്ങളിൽ പോയി അവരുടെ ചോരയും നീരും വിയർപ്പും ഒക്കെ ചെലവാക്കി ഇങ്ങോട്ട് അയച്ചു തരുന്ന പണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു ഘടകമാണ്. പ്രവാസി എന്നാൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക കേരള സഭ പ്രവാസികൾക്കും അതേപോലെ തന്നെ സംസ്ഥാനത്തിനും മെച്ചപ്പെടുത്തലിനുള്ള ഒരു പാതയായി മാറട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.